ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. പ്രത്യേകിച്ച് ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും ലൈവ് ക്ലാസ് നല്ല യൂസ്ഫുള്ളായിരുന്നു, നമ്മൾ അറ്റൻഡ് ചെയ്യണം. പിന്നെ സഹകാരിയിൽ തന്നെ ഗൈഡ് വാങ്ങിയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി 2 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വർക്കൗട്ട് ചെയ്യുമായിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നത് നല്ലൊരു യൂസ്ഫുള്ളാണ്. നമ്മൾ സബ്ജക്റ്റ് വൈസ് എക്സാം ആണ്, കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരത്തില്ല. സഹകാരി കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ജോലി ഉറപ്പാക്കാൻ പറ്റും. ഡെയിലി നിങ്ങളൊരു 5 മണിക്കൂർ 5 അല്ലെങ്കിൽ 6 മണിക്കൂർ പഠിച്ചു പോയാൽ മതി, ജോലി ഉറപ്പായിട്ടും കിട്ടും. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ CSCB വഴിയുള്ള ജോലി നേടുക എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുടെ സ്വപ്നമാണ് അല്ലേ അഭിനവ്? അപ്പോൾ അഭിനവ് ആ ഒരു സ്വപ്നം കീഴടക്കിയിട്ട് നിൽക്കാൻ 2023 JDCD ബാച്ചാണ്. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എത്ര ബാങ്കിൽ ലിസ്റ്റ് വന്നു? 8 ബാങ്കിൽ ലിസ്റ്റിലുണ്ടായിരുന്നു. 8 ബാങ്കിൽ ലിസ്റ്റ് വന്നുള്ളതാണ്. എങ്ങനെയാണ് സഹകാരിയെ കുറിച്ച് അറിഞ്ഞത് അഭിനവ്? സഹകാരിയെ കുറിച്ച് അറിയുന്നത് സാറേ, ഞാൻ ഡിഗ്രി കഴിഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് JDCക്ക് പോകാൻ PSC കോച്ചിങ് ആയിട്ട് കുറച്ച് നാൾ പോയപ്പം എല്ലാം ടഫാണ്. അപ്പോൾ ജോലി കിട്ടാൻ കുറച്ചുകൂടെ സാധ്യത JDC പഠിച്ച് സഹകരണ മേഖലയിലുണ്ട് എന്ന് അറിഞ്ഞത്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അഞ്ചൽ ബാങ്കിൻ്റെ സെക്രട്ടറി വർക്ക് ചെയ്യുന്നത്. ആ ചേട്ടൻ ടെസ്റ്റ് എഴുതി കയറിയതാണ്. പിന്നെ എൻ്റെ കൂട്ടുകാരൻ സഹകാരി തന്നെ പഠിച്ച അഭിനന്ദ് PV അവർ പറഞ്ഞിട്ടാണ് JDC ചെയ്യുന്നത്. അങ്ങനെ 1 വർഷം കൊണ്ട് JDC പാസ്സായി. JDC പാസ്സായതിനു ശേഷം കൂട്ടുകാരൻ സഹകാരി തന്നെ പഠിച്ച ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ജോലി കിട്ടിയ അഭിനന്ദ് PVയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ സഹകാരി തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ജോയിൻ ചെയ്ത ആൾക്കാരിൽ ഒരാളാണ് അഭിനന്ദ്. അപ്പോൾ അഭിനന്ദ് PVയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ശ്യാം സാറിൻ്റെ നമ്പർ കിട്ടുകയും സാറിനെ കോൺടാക്ട് ചെയ്യുകയും സഹകാരിയുടെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് സഹകാരിയിലേക്ക് ഞാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തരാനുള്ള ഹിൻഡ് ഇതാണ്, നിങ്ങൾ മനസ്സിലാക്കാം. പലരും വിചാരിക്കും ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയാലേ രക്ഷയുള്ളൂ, ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ചാൽ രക്ഷയില്ല എന്ന് ഒരുപാട് പേര് വിചാരിച്ചിട്ട് ഭയങ്കര റിസ്ക് എടുക്കുന്നുണ്ട്. ഓഫ്ലൈൻ ക്ലാസ് മോശമോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് നല്ല മോശം അങ്ങനെയാണല്ലേ പറയുന്നത്. പക്ഷെ നിങ്ങളുടെ എഫേർട്ട് കൃത്യമാണെങ്കിൽ അല്ലേ, എഫേർട്ട് കൃത്യമാണെങ്കിൽ ഓഫ്ലൈനും ഓൺലൈനും സഹകാരിയുടെ നമുക്ക് ഒരുപോലെയാണ് നമുക്കത് ഫീൽ ചെയ്യാന്നുള്ളത്. എസ്പെഷ്യലി നമുക്കിപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഒക്കെ, അതായത് ഇപ്പോൾ ഓരോ ബാച്ചിനും ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു മെൻറ്ററെ കൊടുക്കുകയാണ്. അതായത് ലൈക്ക് ഒരു ടീച്ചറെ പോലെ തന്നെ കൂടെ നിൽക്കാനും വേണ്ടി, അതുപോലെ നമ്മുടെ സംശയങ്ങൾ തീർക്കാനും, അപ്പോൾ പ്രത്യേകിച്ച് ലൈവ് റിവിഷൻ തരാനൊക്കെ ആയിട്ട് മെൻറ്റർഷിപ്പ് കൊടുക്കുക. മെൻറ്റർഷിപ്പ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സാർ. ഇപ്പോൾ ഇൻസ്പെക്ടറിനായാലും അതിന് മുമ്പായാലും ഗ്രൂപ്പ് തിരിച്ചാണ് സഹകാരിയുടെ CSCB വിക്ടേഴ്സ്, തണ്ടർ അങ്ങനെ തിരിച്ച് ആ ഒരു തരംതിരിച്ചുള്ള ഒരു ലീഡർ, അതും ആ ഗ്രൂപ്പും പിന്നെ അതിൻ്റെ മെൻറ്റർഷിപ്പും നല്ല രീതിയിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഫോളോ ചെയ്യുന്ന വെച്ചാൽ സഹകാരിയുടെ റെക്കോർഡഡ് ക്ലാസ് അപ്പോഴപ്പോഴും തന്നെ കണ്ടുപോവുക, അതിൻ്റെ നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. സഹകാരിയുടെ നോട്ട് ഇംഗ്ലീഷിലാണ്, നമുക്ക് അത് എഴുതിയെടുക്കണം. പിന്നെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ലെക്ചർ നോട്ടായിട്ട് എക്സ്ട്രാ ആയിട്ട് എഴുതി പോകണം. പിന്നെ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. പ്രത്യേകിച്ച് ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും ലൈവ് ക്ലാസ് നല്ല യൂസ്ഫുള്ളായിരുന്നു, നമ്മൾ അറ്റൻഡ് ചെയ്യണം. പിന്നെ സഹകാരിയിൽ തന്നെ ഗൈഡ് വാങ്ങിയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി 2 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വർക്കൗട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ ഓൺലൈനിൽ വരുന്ന പരീക്ഷകളും കൃത്യമായിട്ട് എഴുതി പോകുക. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് പഠിക്കുക, റിവിഷൻ നടത്തുക, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വർക്കൗട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ലെവൽ എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നല്ലൊരു ധാരണ നമുക്ക് കിട്ടും. ആ ധാരണ ഇല്ലെങ്കിൽ പോയി അല്ലേ, അത് വേണം. ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നത് നല്ലൊരു യൂസ്ഫുള്ളാണ്. അതെ. കാരണം നമ്മൾ സബ്ജക്റ്റ് വൈസ് എക്സാം ആണ്, കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇല്ലാതെ ഒരു പരീക്ഷ വരത്തില്ല. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനൊക്കെ അത്രയും പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് CSCB എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിൽ അഭിനവിന്റെ എക്സ്പീരിയൻസിൽ നിന്നും ഇനി വരാൻ പോകുന്ന ആൾക്കാരെ കൊടുക്കാൻ പറ്റുന്ന പ്രചോദനം എന്താണ് സാറേ? സഹകാരിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് മുമ്പോട്ട് പഠിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ഞാൻ ഈ മേഖലയായിട്ടൊന്നുമില്ല, ഞാൻ BSc മാത്സ് ആണ് പഠിച്ചത്. എന്നിട്ട് JDCക്ക് പോകാനുള്ള പരിമിതമായ അറിവ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് സഹകാരിയിൽ വന്ന ശേഷമാണ് ആ അറിവ് നല്ല രീതിയിൽ പരിപോഷിപ്പിക്കാൻ പറ്റിയത്. സഹകാരിയെ കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ജോലി ഉറപ്പാക്കാൻ പറ്റും. ഡെയിലി നിങ്ങളൊരു 5 മണിക്കൂർ 5 അല്ലെങ്കിൽ 6 മണിക്കൂർ പഠിച്ചു പോയാൽ മതി, ജോലി ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ എന്തായാലും അഭിനവ് ബാക്കി ഇനി വരുന്ന എല്ലാ ഫ്യൂച്ചർ വെഞ്ചറിലും കൂടെ ഉണ്ടാവണം. എല്ലാവരും തീർച്ചയായും. താങ്ക് യു സാർ.